വിളിച്ചിറങ്ങുമ്പോ എന്റെ മോനെ തഹജ്ജുദ് നിസ്കരിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. പഠിച്ചോനെ, എന്റെ മോനെ നീ കൊയക്കരുത്. ഇന്നത്തെ കാലത്ത് ഞാൻ ഒന്നുകൂടെ വഴിതെറ്റിയ യുവത്താണല്ലോ. ഇന്ന് 12 മണി 1 മണിയാവുമ്പോ കാണാൻ മകനിങ്ങനെ എണീറ്റ് വരുന്നു. ഉമ്മ വിചാരിക്കും തഹജ്ജുദ് നിസ്കരിക്കാനാണ്, അല്ല NDF-ന്റെ മീറ്റിങ്ങിനുമാണ്. ഉമ്മ വിചാരിക്കുന്നറിയോ തഹജ്ജുദ് നിസ്കരിക്കാനാണ്. ഓൻ ജീവിതത്തിൽ നിസ്കരിച്ചിട്ടില്ല. ഓൻ 12 മണിക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെ മീറ്റിംഗ് കൂടാൻ ഉമ്മ കാണാതെ കഥക് തുറന്ന് മുന്നിന്ന് പൂട്ടിയിട്ട് പോവുക കുശുകുശുക്കാണ്. നാളെ ഇവിടെ ബോംബൊക്കെ ഉണ്ടെന്ന് ചർച്ച ചെയ്യാൻ. മനസ്സിലായോ? സ്വകാര്യ മീറ്റിംഗിന് പോവുക, തഹജ്ജുദ് നിസ്കരിക്കാൻ പോകല്ല, ഖിയാമുൽ ലൈൽ നിസ്കരിക്കാൻ പോകല്ല, നല്ല കാര്യത്തിന് പോകല്ല. ഓൻ എഴുന്നേറ്റ് പോവുക. ഓന്റെ മന്ത്രം തന്നെ എന്തറിയോ? നാളെ ഉമ്മാനെ അരിഞ്ഞു വെത്തണം എന്നാണ്, അരിഞ്ഞു കൊല്ലാൻ. അങ്ങനെയാ ട്രെയിനിങ്. പഠിച്ചോളി, ശരിക്ക് മനസ്സിലാക്കിക്കോളി. അപകടമാണ്, അപകടമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് അവസാനം വരുന്നുണ്ട്. വളരെ ഗൗരവമായി മനസ്സിലാക്കുക. ഒരു മാതാവ് മകനെ പറ്റി പറയണത്, രാത്രി സഹാബികളുടെ ഒക്കെ പ്രത്യേകം എന്തറിയോ? രാത്രി ഉമ്മയും ബാപ്പയും കാണാതെ എണീറ്റ് പോയ ഒരൊറ്റ സഹാബി ഉണ്ടായിട്ടില്ല. സഹാബികളുടെ പാരമ്പര്യം പോപ്പുലർ ഫ്രണ്ടിനില്ല. മനസ്സിലായിക്കോളി, ശരിക്കും മനസ്സിലായിക്കോളി. പോപ്പുലർ ഫ്രണ്ട് ഒന്നും ഇസ്ലാമിക സംഘടനയല്ല. ആവേശ കമ്മിറ്റി എന്ന് പേര് കൊടുക്കാം, വൈകാരിക കമ്മിറ്റി. അല്ലെങ്കിൽ ഒരു പറ്റം ഫാസിസ്റ്റുകൾ മുസ്ലിം സമൂഹത്തിലെ ഒരു പറ്റം